സൃഷ്ടിജാലം കീർത്തന സ്തോത്രങ്ങളും പ്രദോഷത്തിൽ നന്ദിയും ചൊല്ലിടുന്നു. കൃപ നൽകി കാത്തിടുദയാപരാ സൃഷ്ടിജാലം കീർത്തന സ്തോത്രങ്ങളും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഈ മർത്യമുള്ളത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകണമേ. നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. ഒരുപാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവലിരിക്കുന്ന മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഇന്ത്യർക്കായി ജീവൻ വച്ച പ്രഭു നിന്നെ എന്നും നീ ദാസിയോർക്കും. പ്രഭു നിന്നെ അതിന്റെ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. നീയോ വരിക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ വീഴുന്നവരെ ഇപ്പോൾ ഞാൻ മണ്ണിന് മണ്ണും പൂഴിക്ക് പൂഴിയായി നിന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ സഹോദരി നീ എഴുന്നേറ്റ് വരിക. പ്രഭാതം മുതൽ ഇതുവരെ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. കാലാവസ്ഥ അനുകൂലമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. സൂക്ഷകളെ മാനിച്ച ദൈവത്തിന് സ്തോത്രം. ജനത്തെ കൂട്ടിവരുത്തിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ അഭിഷക്തന്മാരെ സൂക്ഷകൾക്കായി ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ 75 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവിന്റെ വേല ചെയ്ത ഈ സമയം ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കൃപ കൂടെയിരിക്കും. കാര്യങ്ങളെ ദൈവം നിയന്ത്രിച്ചത് കൊണ്ട് സ്തോത്രം. ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാ മഹത്വം ആ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട് യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിന്റെ കൃപയും നിരന്തരമായ ആശ്വാസം പകരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ദുഃഖിതരായിരിക്കുന്നവരോടും അതിലെല്ലാം ഉപരിയായി ഏറെ പ്രത്യാശയോടുകൂടി ആയിരിക്കുന്ന ഏവരോടും കൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കുമാറാകട്ടെ.